ആ സ്വലാത്തുൽ ഹുദൂർ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്കിനി. അങ്ങേ ഉണ്ടാവട്ടെ എന്നാണ്. അതുമാത്രം പോരാ, അവിടുന്ന് എന്റെ കൈ പിടിച്ച് രക്ഷിക്കണേ എന്നാണ് ഈ മഹത്തായ സ്വലാത്തുൽ ഹുദൂറിന്റെ അർത്ഥം. അള്ളാഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നാം ഒരു കാര്യം ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് ഉത്തരമുണ്ട് എന്ന് മഹാന്മാർ വളരെ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് നാം പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടത്തേക്ക് വേണ്ടി ചൊല്ലുന്ന ഈ സ്വലാത്തിന്റെ അവസാനത്തിൽ ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്കിനി, ഹബീബായ റസൂലെ എന്റെ യുക്തി കുറഞ്ഞതും പരലോക നന്മക്ക് അപര്യാപ്തവുമായതിനാൽ തങ്ങൾ എന്നെ വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് ഈ സ്വലാത്തിലൂടെ നാം എല്ലാം പലവരു റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഈ മഹത്തായ സ്വലാത്തുൽ ഹുദൂർ കൊണ്ട് ജോലിയാകുന്നതോടനുബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ കാണാം, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഈ മഹത്തായ സ്വലാത്തുൽ ഹുദൂർ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്കിനി മുറാദി എന്ന് പറഞ്ഞ ഈ സ്വലാത്തിനോട് കൂടെ വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന് പറഞ്ഞ ആയത്തുകൂടി പതിവാക്കി ഓതിയാൽ അതിന് വളരെ പുണ്യമുണ്ട് എന്ന് കിതാബുകളിൽ കാണാം. അള്ളാഹുവിന്റെ ഹബീബായ റസൂലിനോട് പറയുന്നു, അങ്ങ് അള്ളാഹുവിലേക്കുള്ള ഏക കവാടമാണ്. അള്ളാഹു എന്ന് പറയുന്ന പ്രവിശാലമായ ആ ശക്തിയിലേക്ക് കടക്കാനുള്ള കവാടമാണ് അള്ളാഹുവിന്റെ ഹബീബ്. അങ്ങയെ അവിടുത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ അള്ളാഹുവിലേക്ക് കടക്കുവാൻ യാതൊരു മാർഗവും ഇല്ല. എല്ലാ നന്മകളുടെയും താക്കോലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അടുക്കൽ ഈ വിനീതനായ പാപിയായ ഞാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധവും തന്റെ സ്വന്തം ശരീരത്തോടും അവിടുത്തെ സുന്നത്തിനോടും അക്രമം പ്രവർത്തിച്ചവനായിട്ട് ഞാനിതാ വന്നിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അന്യായം ബോധിപ്പിക്കുകയാണ്. അപ്പോൾ നല്ല മനസ്സാന്നിധ്യത്തോടെയും ഉന്മേഷത്തോടെയും ഈ പരിശുദ്ധമായ സ്വലാത്തുൽ ഹുദൂർ ഏത് സ്ഥലത്തും എല്ലാ സമയത്തും ഓരോ മുഅ്മിനിനും ചൊല്ലാവുന്നതാണ്. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഹബീബായ അഷ്റഫുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സഹായത്തിനെത്തും എന്ന് മഹാന്മാർ വളരെ വിശദമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്ന് പറയുന്ന സ്വലാത്ത് നാം എല്ലാ സമയത്തും പതിവാക്കാൻ ശ്രമിക്കണം. പക്ഷേ ചില ആളുകൾ ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി അതിരിക്കിരി എന്ന് പറഞ്ഞതിന്റെ ശേഷം യാ റസൂലല്ലാഹ് എന്നുകൂടി കൂട്ടി ചൊല്ലാറുണ്ട് ചില ആളുകൾ. മഹാന്മാർ വിശദീകരിച്ച സ്ഥലത്തൊന്നും അതിരിക്കിനി എന്നതിന് ശേഷം യാ റസൂലല്ലാഹ് എന്ന് കൂട്ടിപ്പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നില്ല. എല്ലാ മുഅ്മിനുകൾക്കും സ്വലാത്തുൽ ഹുദൂർ, നിങ്ങളെല്ലാവരും സ്വലാത്തുൽ ഹുദൂർ ചെല്ലണം എന്നുള്ളതിന് ബഹുമാനപ്പെട്ട അൽ ഇമാമുൽ ആരിഫ് സയ്യിദ് മുഹമ്മദ് ഹഖി അൻ നാസിലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അവരുടെ കിതാബായ ഖസീനത്തുൽ അസ്റാർ അൽ കുബ്ര എന്ന് പറയുന്ന കിതാബിൽ എല്ലാ മുഅ്മിനീങ്ങൾക്കും വിഷമം വരുന്ന സമയത്ത് ഈ സ്വലാത്തുകൾ ചൊല്ലാമെന്നുള്ളത് ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ഖസീനത്തുൽ അസ്റാർ അൽ കുബ്ര എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ബഹുമാനപ്പെട്ടവർ ഈ സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു ഇജാസിയത്ത് നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ആരാണ് ഇജാസിയത്ത് നൽകിയ മഹാൻ? ബഹുമാനപ്പെട്ട ഇമാമുൽ ആരിഫ് സയ്യിദ് മുഹമ്മദ് ഹഖി അൻ നാസിലി റളിയല്ലാഹു അൻഹു. അവരുടെ കിതാബാണ് ഖസീനത്തുൽ അസ്റാർ. ത്തോളമുണ്ട് മഖാമുൽ ഹുദൂർ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ഹളറത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിൽക്കുന്നു എന്ന് ഉള്ള ഉദ്ദേശത്തോടുകൂടെ വളരെ ഭക്തിയോടും ആദരവോടും കൂടി നമ്മുടെ മനസ്സിനെ നാം ആദ്യം അധീനപ്പെടുത്തണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അപ്പൊ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹബീബ റസൂലുള്ളാഹി രണ്ടാമത്തെ ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ ഐഹികവും പാരത്രികവുമായ വിപത്തുകളിൽ നിന്നുള്ള സംരക്ഷണം നൽകും. മൂന്നാമത്തെ ഗുണം അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു വിശാലത നൽകും. അവന്റെ ജോലിയിലും അവന്റെ കച്ചവടത്തിലും അവന്റെ കൃഷിയിലുമൊക്കെ അല്ലാഹു അഭിവൃദ്ധിയും നൽകും. പിന്നെ ഈ സ്വലാത്തിന്റെ മറ്റൊരു ഗുണം ജനങ്ങളുടെ അടുക്കൽ ആ മനുഷ്യന് സ്വീകാര്യത ലഭിക്കും. ചില ആളുകൾ നമുക്ക് കാണാൻ കഴിയും, നല്ല മനുഷ്യനായിരിക്കും,
പക്ഷേ ആളുകൾക്ക് അവനോട് യാതൊരു മതിപ്പും ഉണ്ടാവുകയില്ല. ജനങ്ങളിടയിൽ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കും. ആ ഒരു അവസ്ഥ മാറിക്കിട്ടാൻ മഖാമുൽ ഹുദൂറിന്റെ അവസ്ഥയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലാണ് ഞാൻ എന്നുള്ള ഭാവന അവിടത്തോട് നേരിട്ട് സലാം പറയുന്ന രൂപത്തിൽ ഈ സ്വലാത്ത് ചൊല്ലുക. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ചൊല്ലിയാൽ ആ മനുഷ്യന് ജനങ്ങളടുക്കൽ സ്വീകാര്യതയുണ്ടാകും. അഞ്ചാമത്തെ കാര്യം, അല്ലാഹുമായിട്ടുള്ള സാമീപ്യവും ഈ സ്വലാത്ത് മുഖേനയുണ്ടാകും. അതുമാത്രമല്ല, ആ മനുഷ്യന്റെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ കാര്യത്തിലും ഒരു തുറവടിപ്പാട് കരഗതമാക്കാനും കഴിയും. ആറാമത്തെ അതുകൊണ്ടുള്ള നേട്ടം, ആഫിയത്തോടുള്ള ജീവിതമുണ്ടാകും. ആഖിബത്ത് നന്നായി ഈമാൻ സലാമത്താവുകയും ചെയ്യും. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കുമുള്ള മരുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിൽ ഉണ്ട്. അത് പല രൂപത്തിലും പല ഭാവത്തിലുമുണ്ട്. ആ രൂപത്തിൽപ്പെട്ട ഒരു രൂപമാണ് ഞാൻ ഈ പറഞ്ഞ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്ന സ്വലാത്ത്. ഏഴാമതായി അതിന്റെ ഒരു ഗുണം പറയുന്നു. സക്രാത്തുൽ മൗത്തിന്റെ ഗൗരവം വളരെ ലഘൂകരിക്കപ്പെടും. ഒരു മനുഷ്യന്റെ ഏറ്റവും വിഷമം പിടിച്ചൊരവസ്ഥയാണ് അവന്റെ മരണസമയം, സക്രാത്തുൽ മൗത്തിന്റെ സമയം. ആ സമയത്ത് അതിന്റെ ഗൗരവം വളരെ ലഘൂകരിക്കപ്പെടും. ഏതുപോലെ കുഴച്ചുവെച്ച മാവിനകത്തുള്ള മുടിനാര് ഊരിയെടുക്കുന്നത് പോലെ അവന്റെ റൂഹ് പിടിക്കൽ വളരെ മയത്തോടെ ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ഒരു ദിവസം 100 വട്ടം പറഞ്ഞാൽ, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ ഈ സ്വലാത്ത് പറഞ്ഞാൽ ആ മനുഷ്യൻ ഈ പറഞ്ഞ 7 ഗുണങ്ങളും അവന് നേടിയെടുക്കാൻ കഴിയും. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ നബിയെ, അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷാനുഗ്രഹം, വിവിധ രീതിയിലുള്ള അഭിവൃദ്ധികൾ എന്നിവ ഉണ്ടാവട്ടെ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം. അതിനാണ് മഖാമുൽ ഹുദൂർ എന്ന് പറയുന്നത്. ഇനി അതിൽപ്പെട്ട മറ്റൊന്നാണ് മഖാമു തൗക്കീൽ എന്ന് പറയുന്നത്. മഖാമുൽ ഹുദൂർ, മഖാമു തൗക്കീൽ. സ്വലാത്തും സലാമും നിർവഹിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ പൂർണ്ണമായ മനസ്സോടെ നല്ല ഭക്തിയോടെ സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ഒരു മുഅ്മിനായ മനുഷ്യൻ പറയണം, എന്റെ രക്ഷിതാവായ റബ്ബേ, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും അതുപോലെ തന്നെ റബ്ബിന്റെ കിതാബായ പരിശുദ്ധ ഖുർആൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അല്ലാഹുവേ, അവിടെ നീ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സലാത്തും സലാമും ചൊല്ലുവാൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ആ കൽപ്പന സ്വീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. പക്ഷേ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ഉന്നത പദവിക്ക് അനുയോജ്യമായ നിലക്കുള്ള സ്വലാത്തും സലാമും നിർവഹിക്കാൻ ഞങ്ങൾ അശക്തരാണ് റബ്ബേ. മാത്രവുമല്ല, തെറ്റുകുറ്റങ്ങളാൽ മലീമസമായ ശരീരത്തിന്റെയും പാപക്കറകളാൽ കറുത്തുപോയ ഹൃദയത്തിന്റെയും ഉടമകളായ ഈ പാപികളായ സാധുക്കളായ ഞങ്ങൾ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപാവന ഹദറത്തിലേക്ക് പരിശുദ്ധമായ സ്വലാത്തും സലാമും അർപ്പിക്കാൻ അയോഗ്യരുമാണ് രക്ഷിതാവായ റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അനുയോജ്യമായ സലാത്തും സലാമും നിർവഹിക്കാൻ നിന്നെ ഞങ്ങൾ വക്കാലത്താക്കി വരമേൽപ്പിച്ചിരിക്കുന്നു റബ്ബേ. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് സലാത്ത് ചെല്ലുന്നതിനാണ് മഖാമു തൗക്കീൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ റബ്ബിനെ വക്കാലത്താക്കിക്കൊണ്ട് ഹബീബായ റസൂൽ എന്ന പേരിൽ സലാത്ത് ചെല്ലുക. ഇങ്ങനെ പല നിലക്കുമുള്ള സ്വലാത്തുകളും സലാമുകളും ഒക്കെ ഹബീബായ നബി തങ്ങളുടെ പേരിൽ ചൊല്ലാൻ നമുക്ക് കഴിയും. പരിശുദ്ധ ഖുർആൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവും ബഹുമാനവും അത് പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ സലാത്ത് ചൊല്ലിയിട്ട് മനസ്സിൽ നല്ലവണ്ണം നിയ്യത്ത് വെച്ചിട്ട് വേണം ചൊല്ലാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൊതിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് നൽകുന്ന ഷഫാഅത്ത്, ആ ഷഫാഅത്ത് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് തന്റെ മനസ്സിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലീകൃതമാകുവാനും തന്റെ ദുന്യവിയും ഉഖറവിയുമായ കാര്യങ്ങൾ എളുപ്പമാകുവാനും നന്മകളൊക്കെ ലഭിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അതിനുശേഷം ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് അതിനുശേഷം ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന സ്വലാത്ത്, സലാം കൽപ്പിക്കുന്ന ആയത്ത് പാരായണം ചെയ്ത് ലബ്ബൈക അല്ലാഹുമ്മ റബ്ബീ വസഅദൈക് എന്ന് പറയണം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് സ്വലാത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു സ്വലാത്താണ് നമ്മൾ ചെല്ലാറുള്ള അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ എന്ന് പറയുന്ന സ്വലാത്തുൻ നാരിയ. ഇൻഷാ അല്ലാഹ് മൗലിദിന്റെ സമയം ആയിട്ടുണ്ട്. മറ്റൊരു സമയത്ത് സ്വലാത്തുൻ നാരിയയുടെ പ്രത്യേകതകൾ നമുക്ക് വിശദീകരിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് അല്ലാഹു തആല സാധുക്കളായ നമ്മൾ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസിനെ അവൻ തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ.